ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗമൊരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. കർത്താവിൻ്റെ എല്ലാ സ്നേഹത്തിനായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ക്യാമറ ഓൺ ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. വേഗത്തിൽ ക്യാമറകൾ ഓൺ ചെയ്യുക. എല്ലാ ദിവസവും ഞാനിങ്ങനെ പറയണം എന്ന് ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്. അവരോടെല്ലാവരോടും ഞാൻ എന്തു ചെയ്യുന്നു, ഒന്നുകൂടെ പറയുന്നു, വേഗത്തിൽ ക്യാമറ ഓൺ ചെയ്യും. യോസപ്പച്ചാനൊക്കെ നേരത്തെ ക്യാമറ ഓൺ ചെയ്ത് ആ ചിരിക്കുന്ന മുഖമൊക്കെ ഒന്ന് കണ്ടാലും നമ്മുടെ ആ ട്യൂബ് ലൈറ്റൊക്കെ തലയിലടിച്ച് ആ വെട്ടം ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ആകുന്ന കാണുമ്പോഴേ നമുക്കൊരു സന്തോഷമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സുപ്രഭാതം. എനിക്കിവിടെ രാത്രി സമയമാണ്, എന്നാലും നമ്മുടെ സഹോദരങ്ങളെല്ലാം കൂടുതലും പ്രഭാതത്തിലാണല്ലോ. എല്ലാവരും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒട്ടും സമയം കളയാതെ വേദഭാഗത്തേക്ക് നമ്മുടെ ചിന്തകളെ തിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഞാൻ കൊളംബസിൽ ഒരു ഭവനത്തിലാണ് ആയിരിക്കുന്നത്. ഇവിടെ റിവൈവ് ജനറേഷൻ എന്ന ചർച്ചുമായി ബന്ധപ്പെട്ട് അവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രവീൺ ബാസ്റ്റ ഭവനത്തിൽ ഇരുന്നാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. നാളെ മുതൽ നമ്മുടെ കൊളംബസ് തന്നെയുള്ള നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിലെ സ്ഥിര അംഗങ്ങളും അപ്പം തന്നെ ഞാൻ എപ്പോൾ സ്റ്റേറ്റ്സിൽ വന്നാലും പോയി താമസിക്കുകയും ചെയ്യുന്ന നമ്മുടെ തോമസ് ചാൻ്റെയും ജയാൻ്റെയുടെയും ഭവനത്തിലായിരിക്കും നാളെ മുതൽ 3-4 ദിവസം ഉള്ളത്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. എപ്പോഴും നമുക്ക് ഈ ഓൺലൈൻ മീറ്റിങ്ങിലുള്ള നമ്മുടെ ആളുകളെ വീണ്ടും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സ്തോത്രം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജയാൻ്റെയും തോമസ് ചാനും ഇപ്പോൾ ഈ മീറ്റിംഗ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നാളത്തേക്കുള്ള വലിയ വില കൂടിയ ആഹാര സാധനങ്ങളൊക്കെ ഒരുക്കി തയ്യാറായിരിക്കാൻ പ്രത്യേകം ദൈവനാമത്തെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒട്ടും സമയം കളയുന്നില്ല. നമ്മൾ അത്ഭുതങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ അല്ലേ. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു ജഡാവതാരം, ജഡത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകൾ, യേശുക്രിസ്തുവിൻ്റെ ആട്രിബ്യൂട്ട്സൊക്കെ പഠിച്ചു. അതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. സ്തോത്രം. ഇപ്പം കഴിഞ്ഞ ദിവസം 1-2 സഹോദരങ്ങൾ പുതുതായിട്ട് നമ്മുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തവർ ചോദിച്ചു, പാസ്റ്ററെ ഇതിന് മുമ്പെടുത്ത അത്ഭുതങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യും? നമുക്കിനി ഒരിക്കൽ കൂടി എപ്പോഴും എടുക്കാൻ അവസരം കിട്ടട്ടെ എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. ഇപ്പോഴാണ് നമ്മൾ ഈ മെസ്സേജിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ ലൈവിലിട്ട് തുടങ്ങിയത്. ഇപ്പോഴും പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമേ നമ്മളത് കോണ്ടാക്റ്റ് ചെയ്യുന്നുള്ളൂ, വെട്ടി ഗ്രൂപ്പിലിടുന്നുള്ളൂ. ബാക്കി വ്യക്തിപരമായ ദൂതുകളും കാര്യങ്ങളും ഒന്നും നമ്മൾ ലൈവിന് കൊടുക്കുന്നില്ല. ഇന്ന് നമ്മൾ ഈ മെസ്സേജിന് ശേഷം പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗം അനുസരിച്ച് ഒരു 3-4 മിനിറ്റ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാറ്റിവെക്കും. കർത്താവ് ചിലരെ സൗഖ്യമാക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞ് കർത്താവ് ചിലരെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. 28ാമത്തെ അത്ഭുതമാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായമാണ് എടുക്കുന്നത്. ദീർഘമായ വാക്യങ്ങൾ, 41 വാക്യങ്ങളിലാണ് ഈ അത്ഭുതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കിടക്കുന്നത്. അത് മൊത്തം കൂടെ വായിപ്പിക്കാൻ സമയമില്ല. എങ്കിലും സുജയാൻ്റി ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളിൽ പലരും വായിക്കാൻ തയ്യാറുള്ളവരാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളിത് റെക്കോർഡ് ചെയ്യും കൂടെ ചെയ്യുന്നത് കൊണ്ട് ഒരു ലാഗ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ആദ്യം തൊട്ടേ നമുക്ക് വായിച്ച് തരുന്ന സുജയാൻ്റിയെ തന്നെ സെറ്റാക്കിയേക്കാണ്. സുജയാൻ്റി അത് വായിച്ചു തരും. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ താഴേക്കുള്ള ചില വാക്യങ്ങൾ വായിച്ചാട്ടെ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരും ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാതെ രാത്രി വരുന്നു. മതി. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ യൂട്യൂബിൽ ഒരു പക്ഷേ ഈ മീറ്റിംഗ് കാണാൻ സാധ്യതയുള്ളവർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡാകും. പേടിക്കണ്ട, ബാങ്ക് അക്കൗണ്ടൊന്നുമല്ല, ഗൂഗിൾ പേ ഒന്നുമല്ല, ഇത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു QR കോഡാണ്. അതിൽ നമ്മുടെ മീറ്റിങ്ങുകളുടെ അപ്ഡേറ്റ്സുകളെല്ലാം ഉണ്ട്. അതും പങ്കെടുക്കാൻ വിശേഷാൽ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ, ഇവിടെ വായിച്ച ഈ വേദഭാഗം ശ്രദ്ധിക്കൂ. ഈ 28-ാമത്തെ അത്ഭുതം, ഒരു പിറവി കുരുടനായ ഒരു മനുഷ്യനെ അവർ കാണുകയാണ്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ആൻഡ് ആസ് ജീസസ് പാസ്ഡ് ബൈ ഹി സോ എ മാൻ വിച്ച് വാസ് ബ്ലൈൻഡ് ഫ്രം ഹിസ് ബർത്ത്. ശ്രദ്ധിച്ചേ, ഈ അത്ഭുതത്തിൻ്റെ പ്രത്യേകത, ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഈ പിറവി കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നത് കാണാൻ പറ്റൂ. പലയിടങ്ങളിൽ കുരുടന്മാരെ സൗഖ്യത്തിമായുടെ മകനായ ബർത്തിമായി ഉൾപ്പെടെ പലരെ സൗഖ്യമാക്കിയതായി എഴുതിയിട്ടുണ്ട്. പക്ഷെ പിറവിയിലെ കുരുടൻ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം ഇത് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, ഞാൻ ഇതിനകത്ത് യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മൾ ദീർഘനാളുകൾ യോഹന്നാൻ സുവിശേഷം പഠിച്ചവരാണ്. എന്നാലും ഈ ഭാഗത്തിലേക്ക് കയറുമ്പോൾ ഒന്നാമത്തെ ചിന്ത, സാധാരണ നമ്മൾ 5 ചിന്തകളാണ് പറയുന്നത്. ഒന്നാമത്തെ ചിന്ത, ഇവിടെ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം കേട്ടോ. ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് ആസ്ക്ഡ് ഹിം സേയിങ്, മാസ്റ്റർ, ഹൂ ഡിഡ് സിൻ, ദ മാൻ ഓർ ഹിസ് പേരൻസ്, ദാറ്റ് ഹി വാസ് ബോൺ ബ്ലൈൻഡ്? എന്ന് പറഞ്ഞാൽ, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. ഞാൻ ആ ഭാഗം ഒന്ന് ചിന്തിക്കാനായി പോകുകയാണ്. അടുത്ത വിഷയത്തിലേക്ക് പോകാൻ പറ്റിയാൽ നമ്മൾ പോകും, അല്ല ഇവിടെ നിന്ന് നമ്മൾ 1-2 കാര്യങ്ങൾ സംസാരിക്കും. ഇത് ഇന്നത്തെ ദിവസം സാധാരണ നമ്മൾ എടുക്കുന്നത് പോലെ ഒരു ബൈബിൾ ക്ലാസ് ആയിട്ടല്ല ഇത് പോകുന്നത്. ഞാൻ നിങ്ങളോട് എന്ത് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ ചോദിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ 1-2 ദൂതുകൾ ഞാൻ പറയാൻ പോകുകയാണ്. ശ്രദ്ധിച്ചേ, നിനക്ക് ഭവിച്ച ചിലത് കണ്ട് നിൻ്റെ പ്രവൃത്തി കൊണ്ടും കയ്യിലിരിപ്പ് കൊണ്ടും പ്രവൃത്തിദോഷം കൊണ്ടുമാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു വെച്ച ഒരു കൂട്ടത്തിൻ്റെ മുമ്പിൽ യേശു മറുപടി പറയുമെന്ന് ഇന്നു പകൽ പരിശുദ്ധാത്മാവ് ചിലതിനോട് ദൂത് കൈമാറുന്നു. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമെങ്കിൽ. നിനക്ക് ഭവിച്ചത്, ശിഷ്യന്മാരാ ചോദിക്കുന്നത്, ഇവൻ പാപം ചെയ്തിട്ടാണോ? അതെ, ഈ നിങ്ങൾ ഇയ്യോബിൻ്റെ പുസ്തകം പഠിച്ചാൽ ഇയ്യോബിന് സ്നേഹിതരുണ്ടായിരുന്നു. സ്നേഹിതർ, എൻ്റെ സാധനച്ചായ ഇതുപോലത്തെ കൂട്ടുകാരന്മാരില്ലാത്തതോർത്ത് സ്തോത്രം ചെയ്യണം. ചില കൂട്ടുകാരന്മാർ വീട്ടിൽ കയറിയാൽ നമ്മൾ പെട്ടു. സത്യമല്ലേ? സ്തോത്രം. ഈ ചെറിയൊരു വിഷയം കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവർ വന്നിട്ട് അതിനെ അങ്ങ് വേറെ ലെവലിലോട്ട് കൊണ്ടുപോകും, അല്ലേ? കഴിഞ്ഞ ദിവസം ഒരാളെ ഞാൻ ഇങ്ങനെ വിളിച്ചു, എന്തുകൊണ്ട് വിഷയം, സുഖമായിട്ടിരിക്കുന്നോ? ബഹ്റിനില്ല, അവിടെ ഇങ്ങനെ കുവൈറ്റില്ല, അവിടെ ഇങ്ങനെ യുദ്ധമൊക്കെയാണെന്ന് അറിഞ്ഞല്ലോ, സഹോദരൻ സന്തോഷമായിട്ടിരിക്കുന്നു. ഉടനെ പറയാം, ഒന്നും പോരണ്ട ഭാഷ, ഇങ്ങനെ പോയാൽ 2-3 ദിവസം കൊണ്ട് ഞങ്ങളെല്ലാം തീരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, വേറെ എന്തെല്ലാം നല്ല കാര്യം പറയാനുണ്ട്, അതാണോ നീ അവിടെ പറയേണ്ടത്? സ്തോത്രം. നാട്ടിൽ നിന്നൊരു പാസ്റ്ററെ കൂടെ ഞങ്ങൾ വാട്സാപ്പിൽ ഇത് ചെയ്തു, എന്തുവാ, വാട്സാപ്പിൽ നമ്മൾ കോൺഫറൻസ് ഇട്ടപ്പോഴാണ് അദ്ദേഹം കോൺഫറൻസ് ഇട്ട് വലിയ കാലത്ത് ഞാൻ ഈ പുള്ളിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി കോൺഫറൻസ് ഇട്ട ഉടനെ പുള്ളി വയ്ക്കുക, ആ നീ ചത്തില്ലായിരുന്നോ? ഞാൻ ഓർത്ത് നീ പോകുമ്പോൾ നിൻ്റെ വേണ്ട വീട് കാണുമൊരു ബലപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഇങ്ങനത്തെ കൂട്ടുകാരുണ്ട്. ഇയ്യോബാണെങ്കിൽ ഏതാണ്ടൊരു വല്ലാത്ത സിറ്റുവേഷനിൽ എൻ്റെ സിസ്റ്ററെ ഓട്ടും കഷ്ണമൊക്കെ എടുത്ത് ആസ്തിക്കടയും അകത്തൂടെ വരുന്ന പുഴുവിനെയും കുത്തിക്കളഞ്ഞ് വല്ലാതിരിക്കുക, ഒരു വല്ലാത്ത അവസ്ഥ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, എത്ര ഡെഡ് ബോഡിയാണ് മനുഷ്യൻ കരഞ്ഞുകൊണ്ട് അടക്കിയെന്നറിയാമോ? ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഒരു ചെറിയ കാറ്റ് മതി സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തം താളം തെറ്റാൻ. ഞാൻ കംഫർട്ടബിളാണ്, എനിക്കൊന്നിനും പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഓർത്തോണം, ചെറിയൊരു ഒരു കാറ്റ് മതി ജീവിതത്തിൻ്റെ മൊത്തം താളം തെറ്റാൻ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു കേട്ടോ. ഒറ്റ സെക്കൻഡ് മതി താളം തെറ്റാൻ. താളം തെറ്റി ഇങ്ങനെ ഇരിക്കുക. അയ്യോബ്,
ഞാൻ സത്യം പറഞ്ഞ സഹോദരൻ നോക്കണം, ഇയ്യോബിന് കിട്ടിയ ഇൻട്രൊഡക്ഷൻ വേറെ ആർക്കെങ്കിലും കിട്ടിയോ? എന്നാ ഇൻട്രൊഡക്ഷനാ അച്ഛാ, ഒരു കുറ്റം പറയാനില്ല. ദൈവം ആ മനുഷ്യനെക്കുറിച്ച് നല്ലത് പറഞ്ഞു, സാത്താൻ ആ മനുഷ്യനെക്കുറിച്ച് നല്ലത് പറഞ്ഞു. ശ്രദ്ധിച്ചേ, എല്ലാവരുടെയും സൈഡിൽ നിന്ന് നല്ലത് മാത്രം കേട്ടൊരു മനുഷ്യൻ. പക്ഷെ നിങ്ങൾ ആ ഇയ്യോബിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിക്കേ. 1-ാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അടുത്ത വാക്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇല്ല, അല്ലേ? യേശുവിൻ്റെ നാമത്തിൽ നല്ല ആരംഭങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ദാസി ജോയ്സ് മേയറിനെ എത്ര പേർക്കറിയാം? ജോയ്സ് മേയർ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുകയായിരുന്നു. ഒരു വീഡിയോ, ആ വീഡിയോക്കകത്ത് അത് ഇങ്ങനെ പറയുന്നത്, എനിക്കൊരു നല്ല ആരംഭം കിട്ടിയില്ല. തൻ്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളി അദ്ദേഹം ആ വ്യക്തി സഹോദരി പറയുന്നത്, എനിക്കൊരു നല്ല ആരംഭം കിട്ടില്ല, ബട്ട് ഐ ആം എക്സ്പെക്റ്റിംഗ് ഫോർ എ ബ്യൂട്ടിഫുൾ എൻഡ്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആരംഭം രസകരമല്ലാതെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യങ്ങളെത്തി നമ്മളൊക്കെ ഉണ്ട്. പക്ഷേ ഇയ്യോബ് അങ്ങനല്ല. ഇയ്യോബ് തുടങ്ങിയപ്പോൾ നല്ലതായിട്ടാണ് തുടങ്ങിയത്, ദൈവഭക്തനായിട്ടാണ് തുടങ്ങിയത്, ദോഷം വിട്ടകലുന്നവനായാണ് തുടങ്ങിയത്. ഒന്നുകൂടെ പറഞ്ഞാൽ പാപം ചെയ്യാത്തവനായി, നീതിമാനായി, സമ്പത്തുള്ളവനായി. ഈ ചില നീതിമാന്മാർക്ക് സമ്പത്തില്ല, സമ്പത്തുള്ള പലതും നീതിമാന്മാരല്ല, ഉള്ളതെല്ലാം വക്രിച്ചും തട്ടിച്ചും ഉണ്ടാക്കിയതാണ്. ഈ മനുഷ്യൻ അങ്ങനല്ല, നല്ല സ്വഭാവം, നല്ല ജീവിത സാഹചര്യങ്ങളെല്ലാമാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നീതിമാനാണെന്നുള്ളൊരു ഒറ്റ കാര്യം കൊണ്ട് അവൻ്റെ ജീവിതം മൊത്തം ട്രാജഡി ആകുന്നതാണ് കാണുന്നത്, അല്ലേ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒന്നുകൂടെ പറഞ്ഞാൽ സഹോദരങ്ങളെ, പെട്ടെന്നാണ് സാഹചര്യം മാറുന്നത്. അങ്ങനെ സാഹചര്യം മാറി എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവത്തെ സേവിച്ചതിൻ്റെ പേരിൽ പിശാച് ഓടിച്ചിട്ട് ഉപദ്രവിച്ചൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടോ നിങ്ങൾ? അങ്ങനെ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, സ്തോത്രം, വല്ലാതെ പ്രതിസന്ധിയായി. താൻ ഏറ്റവും അധികം സ്നേഹിച്ച തൻ്റെ ഭാര്യ വരെ പറഞ്ഞു, അച്ഛാ 6 പാക്സ് ഒന്നും ഇപ്പോൾ ഇല്ല, ഇതുകൊണ്ട് എനിക്ക് വലിയ ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല, ഞാൻ വേണേൽ ചിട്ടി പിടിച്ച് ഒരു കയറ് വാങ്ങിച്ചു തരാം, അച്ഛൻ പോയി സൂയിസൈഡ് ചെയ്യുക എന്നാര് പറഞ്ഞു? ഭാര്യ പറഞ്ഞു. ഓ സഹോദരങ്ങളെ, ഞാൻ ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാം കേൾക്കുന്നുണ്ട്, ആങ്ങളമാരും പെങ്ങന്മാരും ഒക്കെ. ഞാൻ നിങ്ങളോട് സത്യാവസ്ഥ പറയാം, നിന്നെക്കൊണ്ട് ഗുണമില്ലാതെ വന്നാൽ നിൻ്റെ കുടുംബത്തിന് പോലും നിന്നെ വേണ്ട. സ്തോത്രം പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മാത്രം സ്തോത്രം പറയുക. പ്രൈസ് ദി ലോർഡ്. നീ ഒരു ബാധ്യതയായി തീർന്നാൽ, നീ ഒരു തലവേദനയായി തീർന്നാൽ, നിന്നെ സ്നേഹത്തോടെ കാണുന്ന പലരും നിന്നെ ഇനി സ്നേഹത്തോടെ കാണത്തില്ല. ഇന്ന് നീ പലർക്കും ഒരു അനുഗ്രഹമായതുകൊണ്ടാണ് നിന്നെ ചിലർ ചേർത്ത് പിടിക്കുന്നത്. ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ഉയർത്തി കാണിച്ച്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ. അപ്പം അങ്ങനെ ഒരു സാഹചര്യമാണ്. അങ്ങനെ ഇരുന്ന് സമാധാനം ഇല്ലാതിരുന്നപ്പോൾ സ്നേഹിതർ കുറച്ച് പേര് വന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ സ്നേഹിതർ വന്നു. ആ സ്നേഹിതർ പറഞ്ഞത് കേട്ടപ്പോൾ മാനസിക ബലം കൊടുക്കാൻ വന്നതാ സുമ സിസ്റ്ററെ. ഈ വന്നവർ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ജോബിച്ചായ എൻ്റെ ചങ്ക് തകർന്നു പോയി. ആ സ്നേഹിതർ ചോദിക്കുകയാണ്, അല്ലയോ മിസ്റ്റർ ഇയ്യോബേ, അത്യുന്നതൻ ന്യായത്തിന് പകരം അന്യായം ചെയ്യുമോ? അവൻ നീതിക്ക് പകരം അനീതി ചെയ്യുമോ? അവൻ ന്യായം മറിച്ചു കളയുമോ? ചോദ്യങ്ങളാ. ജീവിതത്തിൽ താൻ തന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ബലപ്പെടുത്താൻ വന്നവർ പോലും ചോദ്യങ്ങൾ ചോദിക്കുക. ഇവിടെ ഉണ്ടോ? ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? ഒറ്റ അർത്ഥമേ ഉള്ളൂ സുനിത സിസ്റ്ററെ, ഒറ്റ അർത്ഥം. എന്തെന്നറിയാമോ? അത്യുന്നതൻ ന്യായത്തെ മറിച്ചു കളയുകയില്ല, അത്യുന്നതൻ നീതിക്ക് പകരം അനീതി ചെയ്യത്തില്ല. അർത്ഥം, ഇയ്യോബേ, നിനക്ക് കിട്ടി ഈ പണി മൊത്തം നിന്റെ പ്രവൃത്തി ദോഷമാണ്. ജീസസ്. കുറ്റപ്പെടുത്തലുകളുടെ ഈ ലോകത്തിനകത്ത് നിന്റെ കൈ കുറ്റമില്ലെന്ന് പറയാൻ യേശു എഴുന്നേൽക്കും. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കകത്ത് സംഭവിച്ചു പോയ പലതും, നിന്റെ ലൈഫാകാം, നിന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആകാം, നിന്റെ തലമുറകളുമായി ബന്ധപ്പെട്ടതാകാം, പല മേഖലകൾക്കകത്തും നിന്റെ ജീവിതത്തിൽ വന്ന ട്രാജഡികൾ ചൂണ്ടിക്കാണിച്ച് നിന്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണിത് സംഭവിച്ചത് എന്ന് നിന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് കുറ്റപ്പെടുത്തുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ യേശു ശബ്ദമുയർത്തും. യേശു ശബ്ദമുയർത്തും. യേശു പറയുന്നു,
അവന്റെ അമ്മയപ്പന്മാരെങ്കിലും അവനെങ്കിലും പാപം ചെയ്തിട്ടില്ല. പകരം ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിനത്രേ. ഓ ജീസസ്, എന്നോട് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് നൽകിയ നിയോഗം, എന്നെ കാണുന്ന ചിലതിനെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. നിന്റെ ലൈഫിൽ സംഭവിച്ചു പോയ ചിലത് പ്രവൃത്തി ദോഷം കൊണ്ടാണെന്ന് നിന്റെ കേൾക്കയും നിന്റെ കേൾക്കാതെയും അങ്ങും ഇങ്ങും വെച്ച് പറയുന്ന വാക്കുകളെ എൻ്റെ യേശു അഡ്രസ് ചെയ്യും. യേശു ചിലതിനോട് പറയും, നോ, അങ്ങനെ പറയരുത്. I am preparing him for my glory. എൻ്റെ മഹത്വം അവന് കൈമാറാൻ യേശുവിൻ്റെ നാമത്തിൽ. കമോൺ, എത്ര പേർക്ക് ഇന്നു പകൽ ഞാൻ പറഞ്ഞ ആ വേദഭാഗ കരങ്ങളെ അടിച്ചൊരാമേൻ പറയാൻ പറ്റും? കരങ്ങളെ അടിച്ച് ഒരു നിമിഷം വായികളെ തുറന്ന് ഒന്ന് സ്തോത്രം പറഞ്ഞ് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടുന്നുണ്ട് എല്ലാവർക്കും. ഒരു നിമിഷം വായികളെ തുറന്ന് യേശുവിന്റെ നാമത്തിൽ അൺമ്യൂട്ട് ചെയ്യാൻ കഴിയുന്നവരെല്ലാം അൺമ്യൂട്ട് ചെയ്തു. ഒരു വലിയ ദൈവ സാന്നിധ്യം ഹൃദയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ശബ്ദം ഒന്ന് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തെ കീറുന്ന ആ ദൈവ ശബ്ദം, നോ, നിന്റെ ലൈഫിലെ പ്രതിസന്ധി, നിന്റെ ലൈഫിലെ പ്രതിസന്ധി നീ ചിന്തിക്കുന്നത് പോലെ നിന്റെ പ്രവൃത്തി നിമിത്തമല്ല. കമോൺ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ഇന്നർ ഹീലിംഗ് ചലിക്കട്ടെ. ചില ഹൃദയങ്ങൾക്കകത്ത വേദനകൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. നന്ദി. ആമേൻ. കരമുയർത്തി ഒരാമേൻ പറഞ്ഞാട്ടെ. ഞാന് ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ നോയിസ് ക്യാൻസലേഷൻ മൈക്കിൽ ഓൺ ആക്കിയിട്ടേക്കുക. ഇത് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് ആരാധിക്കാനായിട്ട് അല്പസമയം വിട്ടു തന്നാൽ അതിൻ്റെ അകത്ത് ഇത് ബ്ലാങ്കായിട്ടേ കിടക്കത്തുള്ളൂ. നിങ്ങൾ പറയുന്ന വാക്കുകളോ നിങ്ങളുടെ ആരാധനയൊന്നും ഈ സൗണ്ട് ക്യാൻസലേഷൻ അത് കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ മ്യൂട്ട് ചെയ്തതാണ്. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. പക്ഷേ എനിക്കറിയാം, നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതായതുകൊണ്ട് നിന്റെ ചെവിക്കപ്പുറത്ത് നിനക്ക് നേരെ കയറി വരുന്ന ചില ചോദ്യങ്ങളെയും സംസാരങ്ങളെയും യേശു അഡ്രസ് ചെയ്യും. യേശു അഡ്രസ് ചെയ്യും. പറഞ്ഞേ, യേശു അഡ്രസ് ചെയ്യും. യേശു അഡ്രസ് ചെയ്യും. സഹോദരി, യേശു അഡ്രസ് ചെയ്യും. അച്ഛാ, യേശു അഡ്രസ് ചെയ്യും. നീ കേൾക്കാതെ പലതും പറയുന്നില്ലേ? അവനങ്ങനെ വരണമെന്നും അവൻ സംഭവിച്ച് നന്നായെന്നും കർത്താവ് അഡ്രസ് ചെയ്യും. യേശു അഡ്രസ് ചെയ്താൽ ഉണ്ടല്ലോ, ഏത് മൂത്ത ഡിസൈപ്പിളും വായടയ്ക്കും. അതാ എൻ്റെ കാര്യം. യേശു അഡ്രസ് ചെയ്താൽ ഏത് മൂത്ത ഡിസൈപ്പിളും വായടയ്ക്കും. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. ജീസസ്. Not every problem is punishment. Some trials become platforms for God's glory. ലൈഫിലെ ശോധനകളെല്ലാം ദൈവിക കോപത്തിൻ്റെ ഭാഗമായി വരുന്ന പണിഷ്മെൻറ്റുകളല്ല, ശിക്ഷകളല്ല. ചിലത് ദൈവിക മഹത്വത്തിൻ്റെ ഭാഗമാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ ചിന്ത കൂടെ പറയാൻ സമയം കാണുമോ? അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള 2-3 പോയിന്റ് വേഗത്തിൽ ആ പോയിന്റ് മാത്രം അങ്ങ് പറഞ്ഞു പോകാം. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ എഴുതുന്നവരുണ്ട്. എല്ലാവരും ഉറക്കത്തിരുന്ന് കേൾക്കുന്നവരല്ല, എഴുതുന്നവരുണ്ട്. സ്തോത്രം. നമ്മുടെ മീറ്റിങ്ങുകൾ ആത്മീയമായിട്ട് പലരെയും വാർത്തുന്നുണ്ട്. നമ്മുടെ അനു കഴിഞ്ഞ ദിവസം ഇപ്പം അവധിക്ക് നാട്ടിൽ പോയേക്കുക. അവിടെ ഒരു മിഷനറി വർക്ക് നടന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ അനു ഉണ്ടായിരുന്നു.
എന്നിട്ട് മിഷൻ സുശേഷപ്പത്തിന് പോയ ആൾക്കാരെല്ലാം വിളിച്ചു നിർത്തിയ ഒരു പ്രോഗ്രാം അനു പ്രസംഗിച്ച് സ്വോത്രം പറഞ്ഞില്ല എല്ലാവരും. ഇവിടെ ആൾക്കാരെല്ലാം അങ്ങനെ കത്തി വരികയാണ്. ഇപ്പം അനു ഇനി എനിക്കൊരു ഭീഷണിയാകുമെന്നാണ് എൻ്റെ പേടി. സ്വോത്രം. നമ്മുടെ ആൾക്കാരെല്ലാം അങ്ങനെ കയറണം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, രണ്ടാമത്തെ ചിന്ത. ഈ പല കുരുടന്മാരും ജന്മനാ കുരുടന്മാരല്ല. പലരുടെയും കാഴ്ച പിന്നെ പോയതാ, അല്ലേ? പലരുടെയും കാഴ്ച പിന്നെ പോയതാ. പക്ഷെ ഈ മനുഷ്യൻ അങ്ങനല്ല. ഈ മനുഷ്യൻ പിറവിയിലെ കുരുടനാ. പിറവിയിലെ എന്ന് പറഞ്ഞാൽ he had never seen. അവൻ ഒരിക്കലും കണ്ടിട്ടില്ല. രണ്ടാമത്തെ ചിന്ത, ജീസസ് ക്യാൻ ക്രിയേറ്റ് വാട്ട് നെവർ എക്സിസ്റ്റഡ്. ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ കർത്താവിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ അതൊന്ന് ഇൻഡെപ്തായിട്ട് പറഞ്ഞാൽ, ഗോഡ് or Jesus doesn't merely restore what was lost. He can create what never existed. എന്ന് പറഞ്ഞാൽ യേശുവിന് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ മാത്രമല്ല, ജീവിതത്തിൽ ഇന്നു വരെ ഇല്ലാത്തതിനെ ഉണ്ടാക്കാനും പറ്റും. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. കർത്താവ് ചിലതിനെ ഉണ്ടാക്കിയെടുക്കും. പറ, ഉണ്ടാക്കിയെടുക്കും. ഓ ജീസസ്, ഹല്ലേലൂയ. കർത്താവ് ചിലതിനെ ഉണ്ടാക്കിയെടുക്കും യേശുവിൻ്റെ നാമത്തിൽ. നമ്മുടെ സമയം കഴിയുന്നു. 3, ഇവിടെ യേശു പറഞ്ഞൊരു ചിന്ത. ഞാൻ അടുത്ത ചിന്തകൾ മാത്രം പറയുകയാണേ, വിശദീകരിക്കുന്നില്ല. അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേർ അവൻ്റെ കണ്ണിന്മേ പൂശി. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഒരു രോഗത്തിന് പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വരിക, ഞാൻ നിലത്ത് തുപ്പി ചേറൊന്ന് കുഴച്ച് ദേഹത്ത് പുരട്ടിയ ഞാൻ അവിടുന്ന് ജീവനോട് കൊണ്ട് പോവും? നിങ്ങൾ പറ. പിന്നെ വേറെ കാര്യമുണ്ട്, ശബ്ദമില്ലാതെ തുപ്പിയെങ്കിൽ ഈ മനുഷ്യനെ അറിയത്തില്ലല്ലോ തുപ്പലും കൊണ്ടാ കുഴച്ചെന്ന്. ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, അരുണച്ചായ, ഇന്നു വരെ യേശു വേറെ എവിടെങ്കിലും ഈ പണി ഒപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറ. ബെൻസി സിസ്റ്ററെ ചെയ്തിട്ടുണ്ടോ? ഇന്നു വരെ യേശു ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. യേശു വ്യത്യസ്തമായിട്ടാണ് ചെയ്തത്. എനിക്കതൊരു കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇതിനകത്ത് 130ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ട്. 125 പേർക്കും ചെയ്തിട്ടില്ലാത്തത് നിനക്ക് ചെയ്യാൻ കർത്താവിന് പറ്റും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. അതങ്ങനല്ല, ഇങ്ങനല്ല. 125 പേർക്കും കേട്ടുകേഴ്വിയില്ലാത്തത് സ്വർഗം നിന്റെ ലൈഫിൽ ചെയ്യും. വിശ്വസിക്കുന്നവർ ആമേൻ പറ. വിശദീകരിക്കാതെ ഞാനങ്ങ് പറഞ്ഞു പോകട്ടെ. 3, യേശു പറഞ്ഞു പോയി കഴുകാൻ. എന്താ? പോയി കഴുകാൻ. ഇവൻ അങ്ങനെ തന്നെ അനുസരിച്ചു. സത്യം പറഞ്ഞാൽ ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. എൻ്റെ കണ്ണ് വളരെ വൃത്തിയായിട്ടിരുന്നതാണ്, കാഴ്ചയില്ലേലും. പക്ഷേ ചേറ് പേർട്ടിട്ട് കഴുകാൻ പറയേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ? യു ഡോണ്ട് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എവറി ഇൻസ്ട്രക്ഷൻസ് ടു എക്സ്പീരിയൻസ് ഹിസ് മിറക്കിൾ. നിനക്കെല്ലാം മനസ്സിലാക്കണമെന്നില്ല. ഉള്ളത് പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ ഒബീഡിയൻസ് ഓഫ്റ്റൻ കംസ് ബിഫോർ അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലാക്കിയിട്ടല്ല ഞാൻ അനുസരിക്കുന്നത്. മനസ്സിലായില്ലേലും യേശു പറഞ്ഞ് അങ്ങ് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നീ അത്ഭുതം കാണും. 4-ാമത്തെ ചിന്ത 25-ാം വാക്യത്തിലാണ്. അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ.
അവൻ്റെ കണ്ണ് കാണുന്നത് എങ്ങനെ, അവൻ്റെ കണ്ണ് ആര് തുറന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചോദ്യ. കുരുടനായി ജനിച്ചു നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ, ഇവന് പിന്നെ എങ്ങനെയാ കണ്ണ് കാണുന്നത്? ചോദ്യങ്ങളാണ്, ഭയങ്കര ചോദ്യങ്ങളാണ്. അവൻ്റെ അപ്പനമ്മമാർ പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് പോയി ചോദിക്കാൻ. ഇവർ 100 കൂട്ടം ചോദ്യങ്ങളുമായിട്ട് ആ മനുഷ്യൻ്റെ ഇടയ്ക്ക് ചെന്നു. When questioned repeatedly, the healed man simply declared, അവൻ ഒരേ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇനി എന്തെല്ലാം ചോദിച്ചാലും ഒരു കാര്യം എനിക്കറിയാം, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു. മീൻസ് യുവർ ടെസ്റ്റിമണി will be stronger than all the arguments. നിനക്കെതിരെ എഴുന്നേൽക്കുന്ന സകല ചോദ്യങ്ങളെക്കാളും ശക്തിയുള്ളതായിരിക്കും നിന്റെ ടെസ്റ്റിമണി. അതെ, മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ദാസൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഉദാഹരണം എൻ്റെ മനസ്സിൽ വരികയാണ്. ഒരു 10-15 പേരിങ്ങനെ വള്ളത്തെ യാത്ര ചെയ്യുക. പെട്ടെന്ന് ഒരാൾക്കൊരു സംശയം, നമ്മുടെ ആൾക്കാരെല്ലാം ഉണ്ടോ? ഇവനിങ്ങനെ എണ്ണിയപ്പം 12 പേരായി. അടുത്ത ആൾ പറഞ്ഞില്ല 11 ഉള്ളൂ, അടുത്ത ആൾ പറഞ്ഞല്ല 12. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞപ്പോൾ ഈ വള്ളക്കാരൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം. അപ്പം ആ പുള്ളി കേട്ടോണ്ടെന്ന ആൾ പറഞ്ഞു, നീ മിണ്ടല്ലേ, ഞങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ മിണ്ടല്ലെന്ന് പറഞ്ഞു. പിന്നെ ഡിസ്കഷനാണ്, ആൾക്കാരെ എണ്ണുക. അവൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നീ മിണ്ടല്ലേ. പിന്നെ എണ്ണല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു 10 കഴിയുമ്പോൾ വള്ളക്കാരൻ പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, നിങ്ങൾ എത്ര പേരാ വന്നേന്നും എത്ര പേരാ ഇപ്പോൾ ഉള്ളതെന്നും എനിക്കറിയത്തില്ല, ഇത്ര എണ്ണാനും എനിക്കറിയത്തില്ല, പക്ഷെ ഒരു തള്ള വെള്ളത്തിൽ പോകുന്നത് ഞാൻ കണ്ടെന്ന് പറഞ്ഞു. ഒരാൾ വെള്ളത്തിൽ പോകുന്ന ഞാൻ കണ്ടു, എനിക്കിതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ പോലെ മഹാപുരോഹിതരും സദൂക്യരും പരീശന്മാരും, നീ എന്തോ വേണേലും നിന്റെ ലെവലിൽ ചോദിച്ചോ, അത് തിയോളജി വേണേ ചോദിച്ചോ, തിയോളജിക്കൽ എക്സ്പ്ലനേഷനോ ലോജിക്കൽ എക്സ്പ്ലനേഷനോ ക്ലറിക്കൽ എക്സ്പ്ലനേഷനോ എന്ത് വേണേലും ചോദിച്ചു. പക്ഷെ എനിക്കൊന്നറിയാം, ഞാൻ കുരുടനായിരുന്നു, ഇപ്പം കാണുന്നു. യുവർ ടെസ്റ്റിമണി വിൽ പ്രിവെയിൽ against all the arguments rise against you. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. 5 ചിന്തകൾ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. നേരത്തെ നിങ്ങളെ അറിയിച്ചതുപോലെ വളരെ പ്രധാനമായ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്കൊരു നിയോഗം നൽകി. അതിനുവേണ്ടി നമുക്കൊന്ന്